വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ വേണം, നമുക്ക് ഒരുപാട് മെനക്കെടാനൊന്നും പറ്റിയല്ല, ഈസി പീസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഫേഷ്യൽ പാക്കെന്നോ അല്ലെങ്കിൽ ഫേസ് പാക്കെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അപ്പോൾ അതിന് നമ്മുടെ വീട്ടിലുള്ള സാധാരണ കിട്ടുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതും നമ്മുടെ കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആക്നീസ് ആയിക്കോട്ടെ, ഡാർക്ക് സ്പോട്ട് ആയിക്കോട്ടെ, ബ്ലെമിഷസ് ആയിക്കോട്ടെ, ഇനിയിപ്പം ഏജിങ് കാരണം കുറച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അതായത് പിഗ്മെൻറ്റേഷനോ ഡാർക്ക് സ്പോട്ടോ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിളോ, ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റനിങ് ഒക്കെ മാറിപ്പോയിട്ട് ഒരു എന്താ പറയുക സാഗിങ് ഒക്കെ ആയിട്ടൊക്കെ കിടക്കുന്ന ആ ഒരു അവസ്ഥയിലാണെങ്കിൽ അവർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ നോർമൽ പച്ചമഞ്ഞൾ അരച്ചെടുത്താലും മതി. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് മഞ്ഞൾപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ടൊമാറ്റോൻ്റെ ജ്യൂസ്, അതായത് ടൊമാറ്റോ നമ്മൾ സ്ക്യൂസ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസിന് എന്തുമാത്രമാണ് വേണ്ടതെന്ന് നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി അറിയാമല്ലോ, അതനുസരിച്ചിട്ട് മാത്രം എടുത്താൽ മതി. ഒരുപാട് നമ്മൾ ടു മച്ച് എന്താ പറയുക ലിക്വിഡ് ഫോമിലൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട ടൈം നോക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്താൽ മതി. അതായത് ചിലർക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ പാക്കൊക്കെ ഇട്ട് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു റെഡ്നെസ് ഒക്കെ പോലെ ഫേസിൽ ഒരു ബുദ്ധിമുട്ട് തോന്നും. അതായത് നോർമലി പറയുകയാണെങ്കിൽ ഒരു പുകച്ചിലൊക്കെ പോലെ തോന്നും. അപ്പോൾ അത്ര നേരം നമ്മൾ ഒരുപാട് കാത്തു കെട്ടി നമ്മുടെ സ്കിന്നിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്താലും മതി. ടൊമാറ്റോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ ഇല്ലാണ്ടാക്കാനും ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. ഒരുപാട് സ്ക്രബ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ടൊമാറ്റോ സ്ക്രബൊക്കെ നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ്. എക്സാക്ട്ലി ആൻറ്റി ഏജിങ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ടൊമാറ്റോ വെച്ചിട്ട് നമ്മൾ എന്ത് പാക്ക് ഉണ്ടാക്കിയാലും. അപ്പോൾ ഇതും നമുക്ക് അതേപോലെ ആഡ് ചെയ്യാൻ പറ്റും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, മഞ്ഞളും അതേപോലെ തന്നെ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ സൗന്ദര്യ വർധന ആ ഒരു പാക്കിലൊക്കെ. അപ്പോൾ ടൊമാറ്റോയും മഞ്ഞളുമാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടിൻ്റെയും ബെനിഫിറ്റും കൂടെ ആകുമ്പം നമുക്ക് ഡബിളിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് എടുക്കണം എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും ബ്രഷ് എടുത്ത് അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നിൽ ഈവൻ ആയിട്ട് എത്തപ്പെടുകയുള്ളൂ. അതർവൈസ് നമ്മൾ കൈയൊക്കെ വെച്ച് ആക്കിയെങ്കിൽ പക്ഷെ നമ്മുടെ സ്കിന്നിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും, എങ്കിലും ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഒരു ബ്രഷ് തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതിനുശേഷം നമ്മൾ 10 മിനിറ്റ് കഴിയുമ്പം നമുക്കറിയാൻ പറ്റും കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള ആ ഒരു സ്റ്റേജ് വരും. അപ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് സ്ക്രബ് ഔട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു ഫിംഗർ ടിപ്സ് വെച്ചിട്ട് സ്ക്രബ് ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പോൾ വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ, മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇനി അലോവേരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിരിക്കണം. അതായത് മഞ്ഞളിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഒരു പുകച്ചിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്, റെഡ്നെസ് ഒക്കെ ചിലരുടെ സ്കിന്നിൽ. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അലോവേര നമ്മൾ അപ്ലൈ ചെയ്യണം എന്ന്. നോർമൽ പ്ലെയിൻ വാട്ടറിലാണ് നമ്മൾ വാഷ് ഓഫ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ വോം വാട്ടർ ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 10 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കുക. അതിനുശേഷം മെല്ലെ ഒന്ന് ജെൻ്റലി സ്ക്രബ് ഔട്ട് ചെയ്യുക. ദെൻ നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യുക. അപ്പോൾ വാഷ് ഓഫ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണാൻ പറ്റും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു ബ്രൈറ്റനിങ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഞാൻ എടുക്കുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ആ ഒരു സൂത്തനിങ് അല്ലെങ്കിൽ ഹൈഡ്രേഷനൊക്കെ കൂടുതൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ടോണറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ജെൽ മോയ്സ്ചറൈസർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. അതിൽ നമുക്ക് ഇന്നത് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 3 അല്ലെങ്കിൽ 4 ടൈംസൊക്കെ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ മോർണിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റ് ടൈം ചെയ്യാം. അപ്പോൾ ഇന്ന ടൈമിൽ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ആ ഒരു വിസിബിൾ റിസൾട്ട് കിട്ടും. അതാണ് ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത.